ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഈവനിങ് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പുറത്ത് പോയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഈവനിങ്ങിൽ ഇതേപോലൊരു ബേൺ ബാസ്റ്റിൻ ചീസ് കേക്ക്, അങ്ങനെ തന്നെയാണ് അത് പ്രൊനൗൺസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു കേക്ക് തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അനിയത്തി പറഞ്ഞത് നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന്. അങ്ങനെ എല്ലാവരും കൂടി പെട്ടെന്ന് തന്നെ മാറ്റി റെഡി ആയിട്ട് നേരെ പോയത് ഡെക്കാതലോണിലേക്കാണ്. അവിടെ ജസ്റ്റ് ഒന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ തേരാപാര നടന്നു. പിന്നെ ആദ്യമോൻ ഉണ്ടായിരുന്നില്ല കേട്ടോ കൂടെ. ഹിലു ബേബി ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. കസിൻ എന്ന് പറഞ്ഞാൽ വലിയ ആളാണ്, വലിയ കസിനാണ്. ഞാൻ കാണിച്ചു തരാം. അവർ രണ്ടാളും നല്ലോണം കളിച്ചു, ഒരുപാട് സമയം കളിച്ചു. എൻ്റെ കസിൻ ബ്രദറാണ് കേട്ടോ. പിന്നെ ദേ ഞാനും അനിയത്തി ഇതുപോലെ കുറേ ടീഷർട്ട്സും ഒക്കെ വെറുതെ ഒരാവശ്യമില്ലാണ്ട് നോക്കിയിരുന്നു. ഇതാണ് എൻ്റെ കസിൻ. പുള്ളി ഭയങ്കരമായിട്ട് വന്നിട്ട് ഈ പ്രാക്ടീസിലാണ്. കുറേ നേരം അതിലങ്ങനെ കുറേ കളിച്ചു. അവന് കുറേയൊക്കെ ശരിയാവുന്നുണ്ട് കേട്ടോ. അവൻ്റെ കയ്യിലുണ്ട് ഇത് ഒരു സംഭവം, വീട്ടിലൊരെണ്ണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കളിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനെന്താ പറയാന്ന് എനിക്കറിയില്ല കേട്ടോ. ആ ഒരു റിങ്ങിന്. പിന്നെ ഇതേപോലെ ഈ ബോൾ, നമ്മുടെ ജിം ബോൾ ഉണ്ടല്ലോ, അതിൽ ആ ഒരു ചെറിയൊരു സൈസ് നമുക്ക് ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ബാക്ക് പെയിനൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ചെറുതായിട്ടുള്ള എക്സസൈസൊക്കെ അതിലൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയം അവിടെ വെറുതെ കളഞ്ഞതിൻ്റെ ശേഷം അവിടെ നിന്ന് ഇറങ്ങി. ഒരു വിധത്തിലാണ് രണ്ടുപേരെയും പിടിച്ച് വണ്ടിയിൽ കയറ്റിയത്. കാരണം അത്രയും വാശിയായിരുന്നു അവിടെ ഇരുന്ന് കളിക്കാൻ വേണ്ടിയിട്ട്. ലുലു ബേബി പ്രത്യേകിച്ചു. പിന്നെ രണ്ടുപേരും കാറിലൊക്കെ കയറി ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഹൈലൈറ്റിലേക്കാണ് പോയത്. ഹൈലൈറ്റിൽ പിസാറിക്കോട്ടയിൽ ഒരു ഓഫർ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. നവംബർ 15-നാണ് ഞങ്ങൾ പോകുന്നത്. അതായത് ചിൽഡ്രൻസ് ഡേൻ്റെ അടുത്ത ദിവസം നവംബർ 13-ഉം 14-ഉം 15-ഉം പിസാറിക്കോട്ടയിൽ നമ്മൾ കുട്ടികളെയും കൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഏത് പിസയ്ക്കും ബൈ വൺ ഗെറ്റ് വൺ ഓഫ് ഉണ്ടായിരുന്നു. അങ്ങനെ ഹൈലൈറ്റിലെത്തി നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ്. വേറെ ഒരു ലക്ഷ്യമില്ല, ഫുഡ് കഴിക്കുക. അത് മാത്രമായിരുന്നു മെയിൻ ലക്ഷ്യം. അങ്ങനെ ഫുഡ് കോർട്ട് പോയി. പിന്നെ കൂടുതലൊന്നും ഫുഡിന് വേണ്ടിയിട്ട് തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. പിസ്സ റിക്കോട്ടയിൽ ഓഫർ ഉണ്ടായതുകൊണ്ട് തന്നെ പിന്നെ വേറെ എവിടെയും പോയില്ല. നേരെ പിസ്സ റിക്കോട്ടൻ്റെ ഇതിൽ പോയിട്ട് അവിടെ മെനു ഒക്കെ ഒന്ന് കാണാണ്ട് പിടിച്ചു. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നോക്കി അതിൽ നിന്നൊരു പിസ്സ ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്തപ്പോഴാണ് വൺ ട്വിസ്റ്റ്. ഈ ഓഫർ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ഓർഡറുകളാണ് അവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 1 അവർ മിനിമം പിടിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുവരെ ഒന്ന് വെറുതെ അവിടെ കറങ്ങാമെന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് എജുമാർട്ടിൻ്റെ പുതിയതാണോ എന്നറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ അങ്ങനെ ഒരു ഷോപ്പ് കാണുന്നത്. ഈ ഫുഡ് കോർട്ടിൻ്റെ ഒരു ഏരിയയിൽ തന്നെ എജുമാർട്ടിൻ്റെ ഒരു ഷോപ്പ്. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, അവിടേക്ക് കയറി. അവിടെ മെയിനായിട്ടും ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ എനിക്ക് വേറെ എവിടെയും വേണ്ടല്ലോ. ഞാൻ വെറുതെ അവിടെ ഇങ്ങനെ കുറേ തിരിഞ്ഞ് നടന്നു. അങ്ങനെ എന്തൊക്കെയോ അവിടെ ഓഫർ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. ഓൾഡ് സ്റ്റോക്കുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ പ്രൈസ് കൊടുത്തിട്ടൊക്കെ കുറച്ചിട്ടൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് 1-2 സംഭവങ്ങൾ മേടിച്ചു. കൂടുതലായിട്ടൊന്നും ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ല, വെറുതെ ഇങ്ങനെ അവിടെ ഇരുന്ന് കണ്ടു. അപ്പോഴേക്കും പിസ്സ റെഡിയായി. ഞങ്ങളത് പിസ്സ കഴിച്ചു. ഇത് എന്ത് പിസ്സയാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. എന്തോ ഒരു ആ ഒരു മെനുവിൽ കണ്ട ഏതോ ഒരു പിസ്സ അനിയത്തിയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ അത് കഴിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേനും ഹിലു ബേബി വാങ്ങിയ സാധനമൊക്കെ എടുത്ത് കളിക്കാൻ തുടങ്ങി. അത് എജുമാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ളൊരു സാധനമാണ്. ഇതും അതുപോലെ എജുമാർട്ടിൽ തന്നെ ഒരു മണ്ഡല ആർട്ടിൻ്റെ കിറ്റ്. ഇത് ആദ്യമോൻക്ക് ഇങ്ങനെ ചെയ്ത് കളിക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ്. അവന് ഇങ്ങനെ പെയിൻറ്റിങ് ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അവന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ്. ഇത് 459 അങ്ങനെ എന്തോണ് അതിൻ്റെ MRP വരുന്നത്. ഈ ഓഫർ സെയിൽ ഓൾഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ അവർ സ്റ്റോക്ക് ക്ലിയർ ചെയ്യാണ് 29 റുപ്പീസോ അങ്ങനെ എന്തോ ആയിട്ട്. പിന്നെ ഇത് ഒരു പോപ്പിറ്റ് ബാഗാണ്. ഇത് ഞങ്ങളൊരു കസിൻ സിസ്റ്ററുണ്ട്, അവൾക്ക് മേടിച്ചതാണ്. അവൾക്ക് ഇങ്ങനത്തെ ബാഗൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് ഇങ്ങനെ കണ്ടപ്പം മേടിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതുപോലൊരു വുഡൻ ക്ലിപ്പിൻ്റെ ഒരു പാക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം ഇതെന്താ, വാളിൽ സ്റ്റിക്ക് ചെയ്താൽ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. എന്താ അറിഞ്ഞൂടാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.